ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ദോശമാവ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന 3 കിടിലൻ പലഹാരങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് തക്കാളി ഊത്തപ്പമാണ്. തക്കാളി ഊത്തപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചെറുതായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ദോശമാവിൽ നിന്നും ഒരു തവി മാവ് എടുത്ത് ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഊത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഒത്തിരി നൈസായിട്ട് ഇങ്ങനെ തിന്നായിട്ട് പരത്തിയെടുക്കരുത് കേട്ടോ. ചെറിയൊരു കട്ടിയോട് കൂടിയിട്ട് വേണം നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ മാവ് ഒഴിച്ചു കൊടുത്തു. ഇനി പതിയെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് ചെറുതായി പരത്തി കൊടുക്കുക. ഒത്തിരി അങ്ങോട്ട് പരത്തി കൊടുക്കരുത്, അപ്പോൾ കട്ടി കുറഞ്ഞു പോകും. അപ്പോൾ കട്ടിയുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കി പരത്തിയെടുത്തു. ഇനി അതിന് മുകളിലായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയുടെ സ്ലൈസസ് വെച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളി നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്ന ഒരു നിർബന്ധമില്ല, പക്ഷെ കാണാൻ ഒന്നുകൂടി ഭംഗിയാവുന്ന രീതിയിൽ നമ്മൾ അട്രാക്റ്റീവായിട്ടുള്ള ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ടാണ് ഇതുപോലെ തന്നെ കനം കുറഞ്ഞിട്ടുള്ള തക്കാളിയുടെ പീസുകൾ ഇങ്ങനെ വെച്ച് കൊടുത്തത്. ഇനി ആ തക്കാളിയുടെ പീസിനെ ഒരു പൂ പോലെ തോന്നിക്കുന്ന രീതിയിൽ നമ്മളതിൻ്റെ സൈഡിലായിട്ട് അടിഭാഗത്തായിട്ട് കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് കുറച്ച് മല്ലിയില വെച്ച് കൊടുക്കണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ ഇടുന്ന ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് നെയ്യ് അതിന് സൈഡിലായിട്ട് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി പതിയെ നമുക്ക് ആ ദോശ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് രണ്ടു ഭാഗവും ചെറുതായി മുരിയിച്ചെടുക്കുക. ഒത്തിരി മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിൽ മുകളിലായിട്ട് കുറച്ച് പെരി മസാല കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ഊത്തപ്പം റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പലഹാരം. ഇനി അടുത്തതെന്ന് പറയുന്നത് വെജിറ്റബിൾ ഊത്തപ്പമാണ്, മിക്സഡ് വെജിറ്റബിൾ ഊത്തപ്പമാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വെജിറ്റബിൾസ് മിക്സ് ചെയ്തെടുക്കാം. അതിനൊരു ബൗളിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. പിന്നെ വളരെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുക്കുന്നത് തക്കാളിയാണ്. തക്കാളിയും 2 തക്കാളി ചെറിയതായിട്ട് വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മല്ലിയിലയും ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ കുറച്ച് മുളക്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുളക് ചേർത്ത് കൊടുക്കേണ്ട, കാരണം എരിവൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവൊക്കെ ഉണ്ടാകുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുക. അപ്പോൾ അതിലേക്ക് ഒരു 2 or 3 ഓരോരുത്തർ എരിവിനനുസരിച്ച് പച്ചമുളക് വളരെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് മിക്സാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം പാൻ ചൂടാക്കി അതിലേക്ക് ദോശമാവിൽ നിന്നും ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഇങ്ങനെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇതുപോലെ ഊത്തപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. ആ ഒരു എന്താ പറയുക, വെജിറ്റബിളിൻ്റെ കറികളുടെ പോലെയല്ല, ഇതിലിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലിങ്ങനെ ബബിൾസൊക്കെ വരുന്നത് വരെ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ വയ്ക്കുക. അതിനുശേഷം നമ്മൾ അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സഡ് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. കാണാൻ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ദോശയാണ് ഈ ഒരു വെജിറ്റബിൾ ഊത്തപ്പം എന്ന് പറയുന്നത്. ഇനി അത് പതിയെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിന് മുകളിലായിട്ട് കുറച്ച് കുരുമുളക് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ കുരുമുളക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ ഊത്തപ്പം. ഇനി അടുത്തതെന്ന് പറയുന്നത് എഗ്ഗ് ദോശയാണ്. അപ്പോൾ മുട്ട ദോശ എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു തവി മാവ് ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വളരെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ 2 ഊത്തപ്പത്തിനും കുറച്ച് കട്ടിക്കാണ് ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുട്ടദോശ ഉണ്ടാക്കുമ്പോൾ വളരെ കനം കുറച്ചിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ദോശയുടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമ്മൾ ആ കയ്യിൽ വെച്ച് ദോശയുടെ എല്ലാ ഭാഗത്തേക്കും ആ മുട്ടയുടെ ഉണ്ണിയൊക്കെ പൊട്ടിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം ഉപ്പും അതുപോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചീസും അതുപോലെ കുറച്ച് ഒറിഗാനോവും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. ഒരു പിസയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരും കേട്ടോ ഈ ഒരു സംഭവത്തിന്, മുട്ടദോശയ്ക്ക്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോ ദിവസവും അവർക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്നും ഒരു പ്ലെയിൻ ദോശ കഴിക്കുന്നതിനൊക്കെ പ്ലെയിൻ ദോശയും അതുപോലെ ചമ്മന്തിയും കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും അവർക്ക് വെറൈറ്റി ആയിട്ട് ആ ഒരേ മാവ് കൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ദോശകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുട്ടദോശ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തു. ഒത്തിരി അങ്ങോട്ട് ക്രിസ്പി ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ചെറിയൊരു സോഫ്റ്റ്നെസ്സോട് കൂടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്